எந்த தைரியத்துல அவனுக்கு பேனிக் அட்டாக்னு ட்ரீட்மெண்ட் கொடுத்திருக்க வித்வுட் எனி டயக்னோசிஸ்? எனக்கு தெரியும் மேம். வாட்? യെസ് ഷീസ് കറക്റ്റ്. നമുക്ക് പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുക, ശ്വാസം മുട്ടുക, നെഞ്ചിന് ഭാരം തോന്നുക, മരിച്ചു പോകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുക, വിയർക്കുക, വിറയ്ക്കുക, ഇത്തരത്തിലുള്ള സിംറ്റംസ് വരികയാണെങ്കിൽ പൊതുവെ ക്ലയൻസ് തന്നെ നമ്മളോട് വന്ന് പറയുന്നത് അവർക്ക് പാനിക് അറ്റാക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള പാനിക് ലൈക്ക് സിംറ്റംസ് എപ്പോഴും പാനിക് അറ്റാക്ക് ആകണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല. ആദ്യം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള സിംറ്റംസ് ചില മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ടോ സബ്സ്റ്റൻസ് അബ്യൂസ് കൊണ്ടോ വരാം എന്നുള്ളതാണ്. DSM-5 പ്രകാരം ഒരു പാനിക് ഡിസോർഡർ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള കോസസ് റൂൾ ഔട്ട് ചെയ്യണം. മെഡിക്കൽ കോസസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് കോസസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. അപ്പൊ ആ ഒരു കാര്യം എന്തുകൊണ്ട് ഇവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ, എത്തിക്കലി നോക്കുമ്പോൾ ക്ലയൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അവരുടെ വെൽബീയിങ് ആണ്. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോസസ് റൂൾ ഔട്ട് ചെയ്യാതെ ഇത് പാനിക് അറ്റാക്ക് ആണെന്ന് കരുതിയാൽ കൂടുതൽ അപകടമായിരിക്കും അവർക്ക് വരിക. നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ മാനസിക ബുദ്ധിമുട്ടായാലും ശാരീരിക ബുദ്ധിമുട്ടായാലും ആക്ടിവേറ്റ് ചെയ്യുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സിംറ്റംസ് തന്നെയായിരിക്കും രണ്ടിലും വരിക. സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പാനിക് അറ്റാക്ക് ആണ് എന്ന് കരുതിയിരിക്കാതെ നിർബന്ധമായിട്ടും ഒരു ഫിസിഷ്യനെ കാണുക, മെഡിക്കൽ കോസസ് ഒന്നുമില്ല എന്ന് റൂൾ ഔട്ട് ചെയ്യുക. അങ്ങനെ റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മെഡിക്കൽ കോസസും ഇല്ല എങ്കിൽ ഭയപ്പെടാൻ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ആൻസൈറ്റി ഡീൽ ചെയ്യാനും അല്ലെങ്കിൽ പാനിക് സിംറ്റംസ് ഡീൽ ചെയ്യാനുമുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഇതിന്റെ കോസ് എന്താണ് എന്നുള്ളതാണ്.